ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 64, അതായത് സൺഡേ സ്പെഷ്യൽ ധമാക്ക എപ്പിസോഡ്, ലാലേട്ടൻ സ്പെഷ്യൽ എപ്പിസോഡിന്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. ജഗ പുകയായിരുന്നു സൺഡേ എപ്പിസോഡ് എന്ന് പറയേണ്ടി വരും. അതായത് അത്രയും അൺഫെയർ ആയ രണ്ട് എവിക്ഷൻസ് ആണ് നടന്നിരിക്കുന്നത്. സാബു മാനും നമ്മുടെ ലക്ഷ്മിയൊക്കെ വീട്ടിലിരിക്കുമ്പോൾ നല്ല പ്ലെയേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ക്വാളിറ്റിയും കപ്പാസിറ്റിയും ഉള്ള പ്ലെയേഴ്സ് ആയിരിക്കുന്ന ഒനീലും ജിസയിലൊക്കെ വീട്ടിൽ നിന്ന് നോക്ക്ഡ് ഔട്ടായി. അതായത് ജിസയിലിനെ നമ്മൾ ആദ്യം വിചാരിച്ചത് ടോപ്പ് 5 എന്തായാലും ജിസയിൽ ഉണ്ടാവും എന്നൊക്കെയായിരുന്നു നമ്മളെല്ലാവരും വിചാരിച്ചിട്ടായിരുന്നത്. പക്ഷേ ജിസയിൽ ഇന്നലെ ഔട്ടായി. ഇവരുടെ സത്യം പറയാലോ, ഇത്രയും കാലം ബിഗ് ബോസിന്റെ ആൾക്കാർ ചോദിക്കാറുണ്ടായിരുന്നു പുറത്തു പോകുന്ന കണ്ടസ്റ്റന്റിന്റെ അടുത്ത്, ഇത് സ്ക്രിപ്റ്റ് ആണോ, ഇത് തേങ്ങയാണോ എന്നൊക്കെ. ഇത് സ്ക്രിപ്റ്റും കോപ്പൊന്നും അല്ല, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സ്ക്രിപ്റ്റ് ചെയ്ത് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്ന് നമുക്കറിയാം. പക്ഷെ ഇതിന്റെ വോട്ടിങ്ങിന്റെ കാര്യത്തിൽ നമുക്ക് വലിയ സംശയമുണ്ട്. ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കണം നിങ്ങളുടെ വോട്ടിംഗ് ചാർട്ട്? നിങ്ങൾ വലിയ ഇതാണ് അതാണെന്നല്ല പറയുന്നത്, അത് നമുക്കെങ്ങനെ അറിയുന്നത്? ഇതെന്താണ് മറ്റേ ഗവൺമെന്റ് റെഗുലേറ്റഡ് വോട്ടിംഗ് മറ്റാണ്, അല്ലാത്ത പക്ഷെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ പറയുന്നത് വിശ്വസിക്കേണ്ടി വരുന്നത്. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു വിശ്വാസവും ഇപ്പോൾ ഇല്ല പ്രേക്ഷകർക്ക്. കാരണം ഇതെല്ലാം പല തിരിമറിയും നടക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഞങ്ങളെ പ്രൂവ് ചെയ്യും, ഇത് പ്രൂവ് ചെയ്ത് കാണിക്കാണ്ട് നമുക്ക് എങ്ങനെ മനസ്സിലാവും? നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നല്ലാണ്ട് എന്തെല്ലാം കാണിക്കുന്നു ടി വിക്കാര്, ന്യൂസുകാരും അതും ഇതുമെല്ലാം. നിങ്ങൾക്കാണോ ഓരോരോ ആൾക്കാരെ പറ്റിക്കാൻ അറിയാത്തത്? അപ്പോൾ അങ്ങനെ ജിസയിൽ ഔട്ടായി. നമ്മളെല്ലാവരും വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസയിൽ സീക്രട്ട് റൂമിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അങ്ങനെ പുതിയ എന്തെങ്കിലും ഗെയിം കൊണ്ടുവരുന്നൊക്കെ. പക്ഷെ ഒരു തേങ്ങയും ഇല്ല, ജിസയിൽ നേരെ ഔട്ട്. പക്ഷെ സാബുമാൻ നട്ട വാഴ അവിടെ തന്നെ ഉണ്ട് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ബിഗ് ബോസിന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടാവും ആ വാഴയിൽ നിന്ന്. അതുകൊണ്ടായിരിക്കും സാബുമാൻ ഇപ്പോൾ അവിടെ ഉള്ളത്. അതുപോലെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്നിയുടെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാവരുടെ അടുത്തും അതിന്റെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് തുടങ്ങിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബിന്നിനെ തീരെ ഇഷ്ടമൊന്നുമല്ല. പക്ഷെ ബിന്നിയുടെ ക്യാപ്റ്റൻസി ഡീസന്റ് ആയിരുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷെ ഷാനവാസിന്റെ അടുത്ത് കാണിച്ചത് കൂതറത്തരാണ്. ജയിലിൽ ഒരാൾ വാഷ്റൂമിൽ പോകണമെന്ന് പറയുന്ന സമയത്ത് ക്യാപ്റ്റൻസി സൂപ്പറാന്ന് പറയുന്നത് പക്ക കൂതറത്തരാണ്. അത് ബിന്നി കുറച്ച് ഹൈപ്പറും ആയിരുന്നു, കാരണം ഭർത്താവൊക്കെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെയൊക്കെ ഒരു എനർജി ഉണ്ടായിരുന്നു. ബാക്കി ആർക്കും അത്രയും സമയം ആരുടെയും ഫാമിലി മെമ്പേഴ്സിനെ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ അതിന്റെ കേടുണ്ട്. അതുപോലെ തന്നെ സെൽഫിഷ്നെസ് എക്സ്പോസ്ഡ്. കാരണം 100 കൊടുത്തിട്ടാണ് ഈ വിന്നിക്ക് ഭർത്താവിന് അവിടെ അത്രയും ദിവസം നിൽക്കാൻ പറ്റിയത്. എന്നാൽ പിന്നെ ഇമ്മ്യൂണിറ്റി തിരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ചിന്ത കൂടിയില്ല. ഇതൊക്കെയാണ് സ്വന്തം കാര്യം നോക്കി നടക്കുന്ന ആൾക്കാരുടെ സ്വഭാവം. ജസ്റ്റ് കൂതറത്തരം. ക്യാരക്ടറാണ് അവിടെ വെളിപ്പെട്ടിട്ടുള്ളത്. 100 എവിടെ കിടക്കുന്നു, വിന്നി എവിടെ കിടക്കുന്നു എന്നുള്ള ക്യാരക്ടറാണ് വെളിപ്പെട്ടിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും. അതുപോലെ ന്യൂ ക്യാപ്റ്റനായിട്ട് ആദിലയാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ടാസ്കും പെർഫോമൻസ് ഒക്കെ എങ്ങനെ പോകുന്നു നമുക്ക് നോക്കിയിരുന്ന് കാണേണ്ടി വരും. എന്തായാലും കുറെ വഴക്കുകൾ പൊട്ടാൻ സാധ്യതയുണ്ട്. ആദില, ഷാനവാസ്, അനീഷൊക്കെ ആയിട്ട് എന്തായാലും വഴക്ക് പൊട്ടാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി അനീഷുമായിട്ട് നല്ല വഴക്ക് പൊട്ടാൻ സാധ്യതയുണ്ട്. കാരണം അനീഷ് പറയേണ്ടായിരുന്നു 100 കൂടുതൽ സ്ട്രോങ് പ്ലെയർ, 100 ക്യാപ്റ്റൻ ആവുന്നൊക്കെയാണ് അനീഷിന് ഉള്ള താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ജിസയിൽ അവിടെ ഉള്ള സമയത്ത് ജിസയിലിന് വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നും തരാൻ നൽകിയിട്ടില്ല. പക്ഷെ ജിസയിലിന് നല്ല സപ്പോർട്ട് പുറത്തുനിന്നുണ്ടായിരുന്നു. അതുപോലെ നല്ല തരത്തിലുള്ള വോട്ടിങ്ങും അതിന്റെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കറിയാം. ജിസയിൽ അവിടെ ഉള്ള ഇപ്പോൾ ആദ്യത്തെ തുടക്കം ഒരു 2-3 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ചത്തോളം മേക്കപ്പും ഡ്രസ്സിന്റെ കാര്യവും പറഞ്ഞിട്ടായിരുന്നു അടി. അത് ഈ ബിഗ് ബോസ് കാണിച്ച വിവരക്കേട് അതൊക്കെ എടുത്ത് വെച്ചിട്ട് എന്തോ വലിയ തേങ്ങയാക്കാൻ നോക്കിയതാണ്. അന്നേ ഫസ്റ്റ് ഡേ തൊട്ട് ഞാൻ പറയുന്നത്, ഏത് പൊട്ടനാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്? മരപ്പൊട്ടനായിരിക്കണം ഇതൊക്കെ തീരുമാനിക്കുന്നത്. ഇതുപോലുള്ള ഓരോ വിവരക്കേട്. പിന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിക്ഷനൊക്കെ നല്ല കളറാക്കിയാണ് അവർ കൊണ്ടുപോയത്. നല്ലൊരു സസ്പെൻസ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇന്ന് നടന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള സംഭവം. ഇനി വരുന്ന വീക്കൊക്കെ എന്തായിരിക്കും സംഭവം എന്നൊക്കെ നമുക്ക് നോക്കിക്കാണാം. ഒരു ടോർച്ചർ ടാസ്കോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും ഇപ്പം ഇല്ല. അതിനൊന്നുമില്ല, കപ്പാസിറ്റി ഒന്നും ഇല്ലാവുന്നു. എന്നിട്ട് 7ന്റെ പടി, തേങ്ങയുടെ പടി എന്നൊക്കെയുള്ള വലിയ പേര്, ഒരു പേരിന് മാത്രമേ ഉള്ളൂ കാര്യം. വർക്കിൽ ഒരു കാര്യമില്ല. സാബുമാനെയൊക്കെ അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിൽ ആ എപ്പിസോഡ് അല്ലെങ്കിൽ ആ സീസണിന്റെ ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ നോക്കി മനസ്സിലാക്കണം. കാരണം സാബുമാൻ നല്ല മനുഷ്യരായിരിക്കാം, പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ എന്ത് തേങ്ങയാണ് ചെയ്യുന്നത്? അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ്. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദാറ്റ് ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.